ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പാലക്കാട് ജില്ലാ കൺവെൻഷൻ നടത്തി. സംസ്ഥാന ചെയർപേഴ്സൺ സി.കെ. ജാനു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഒരു പുതിയ പാർട്ടി കൂടി രൂപം കൊണ്ടിട്ടുണ്ട്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമാന ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു പിന്നോക്ക ജനതയുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് ശരിക്കും ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത് കേരളത്തിലെ 14 ജില്ലയിലും അതിൻ്റെ കമ്മിറ്റി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ജില്ലാ കമ്മിറ്റികൾ, അതിനുശേഷം മണ്ഡലം കമ്മിറ്റി, പഞ്ചായത്ത്, ബൂത്ത് ഇങ്ങനെയുള്ള കമ്മിറ്റികളിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് പാലക്കാട് ഇവിടത്തേക്ക് വന്നത്. ഇവിടുത്തെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയുടെ കമ്മിറ്റി ഇവിടെ ഉണ്ടാവും. അത് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണമാണ്. അതിനുശേഷം ഇവിടെ ഉള്ള മുഴുവൻ മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്തും ബൂത്ത് തുടങ്ങിയിട്ടുള്ള കമ്മിറ്റികളിലേക്ക് പോവാണ്. JRP എന്തായാലും കേരളത്തിൽ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 14 ജില്ലയിൽ ഇപ്പോൾ 10ഓളം ജില്ലയിൽ ഇപ്പോൾ ഈ പാലക്കാടും കൂടെ കഴിയുമ്പോൾ ജില്ലാ കമ്മിറ്റി ആവും. പിന്നെ ഒരു 4ഓളം ജില്ല ഇതിൻ്റെ ഇടയിൽ അതും കൂടെ തീരും. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി വളരെ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഇലക്ഷൻ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ UDF പോലെയുള്ള ഒരു മുന്നണിയുടെ ഘടകകക്ഷിയായിട്ട് ഉള്ള പ്രവേശനവും ലഭിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ ആദിവാസികളോട് നീതി കാട്ടിയില്ലെന്ന് ജാനു ആരോപിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൂമാർക്കറ്റിന് സമീപത്തെ PSK ഹാളിൽ നടന്ന കൺവെൻഷനിൽ ചോലയിൽ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. രാമദാസ് വെള്ളിനേഴി സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.